പണ്ട് കാലത്ത് നമ്മുടെ ഐസക് ന്യൂട്ടൺ ഉണ്ടല്ലോ, ഐസക് ന്യൂട്ടൺ ഒരു ആപ്പിളിന്റെ മരത്തിന്റെ താഴത്ത് നിന്നപ്പോ തലയ്ക്ക് പടക്കയാന്നുകൊണ്ട് ഒരെണ്ണം കിട്ടിയപ്പോ നമ്മുടെ ഗ്രാവിറ്റി കണ്ടുപിടിച്ചേ എന്ന് പറഞ്ഞ പോലെ പണ്ട്, അതായത് 1500-കളിൽ ഒരു ഷെഫ് ഒരു നല്ല തണുപ്പുള്ള ഒരു സ്പ്രിംഗ് ടൈമില് രാത്രി പുള്ളി ആള് നൈസായിട്ട് ഒരു കുഞ്ഞൊരു കോടാലി, ഒരു ആക്സ്, അതിന് ശരിക്കും പറയുന്നത് ടൊമഹാക്ക് എന്നാണ് ഒരു പേര് പറയുന്നത്. ആ സാധനം ഒരു ഏറ് കൊടുത്തു ഒരു മരത്തുമ്മക്ക്, ഏത് നമ്മുടെ ഈ മാപ്പിൾ ട്രീമിക്ക് ഒരു ഏറ് കൊടുത്ത് പുള്ളി ആ എടുത്തിട്ട് പോയി. പിറ്റേ ദിവസം വന്നപ്പോ എന്ത് പറ്റിയെന്ന് വെച്ചെങ്കില് ഡേ ടൈമിൽ വാമറായപ്പോ സംഭവിക്കണത് എന്താണ്, അതിനകത്തുനിന്ന് ഒരു കുഴമ്പ് പോലത്തെ എന്തോ ഒരു വെള്ളം എന്തോ വന്നു. ആ സാധനം തൊട്ട് നോക്കി, അത് ചെറിയൊരു മധുരം തോന്നിയ ആൾക്ക് അവിടുന്ന് തുടങ്ങിയ പണിയാണ് ഈ മാപ്പിൾ സിറപ്പ് എന്ന് പറയുന്ന ലോകത്തിലത്തെ ഇപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിലേക്ക് ഇത് എത്തിച്ചിരിക്കുന്നത്. അതായത് ചില നമ്മുടെ പ്രവൃത്തികൾ, അപ്പൊ നിങ്ങളും വീട്ടിലേക്ക് ഉണ്ടാവും തെങ്ങുമ്മയ്ക്കാ എന്തുമ്മയ്ക്ക് ചെറിയ സാധനങ്ങളൊക്കെ എടുത്ത് എറിയുക. അപ്പൊ എന്താ വെച്ചാൽ നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഏത് 1500-ല് ഈ പുള്ളിക്ക് പറ്റിയെങ്കില് നമുക്കും പറ്റുന്നത്. ഒടുക്കത്തെ കാറ്റ് എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. പെട്ടെന്നാണ് ശരിക്കും വെതർ ഇങ്ങനെ താഴത്തേക്ക് പോയത്. ഇന്നലേക്കും +22 ഇപ്പോ നമ്മൾ നിക്കണത് ഒരു -11 നിക്കണത്. കാരണം എന്താ വെച്ചാൽ ഒരു രക്ഷയില്ല. കായിനെ കിടന്നിങ്ങനെ വിറക്കിയാണ് കിടന്നിട്ട് ഒരു ക്യാമറ വരെ കിടന്ന് വരച്ചോണ്ടിരിക്കുകയാണ്. അപ്പോ ഇത് ഇന്നത്തെ വീഡിയോ സത്യം പറഞ്ഞു കഴിഞ്ഞാല് നന്ന കഷ്ടപ്പെട്ട് എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ വീഡിയോസ് കാണാനും ഒക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് വേണം, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. എങ്ങനെ സപ്പോർട്ട് ചെയ്യുക? നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ എല്ലാം ചെയ്യണം. ഇതാണ് മിസ്റ്റർ ജെ റോബ്സൺ, നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ സത്യം പറഞ്ഞാൽ ശരിക്കുള്ള മുതലാളി. ഓക്കെ, അപ്പൊ പുള്ളി നമ്മുടെ കൂടെ നിന്ന് വന്നിരിക്കുകയാണ്. വെൽക്കം റോബ്സൺ ടു മൈ my show and to my video. Yeah. So he's a guy to show us how it's gonna be happening. Let's go to the forest. Sure. നമ്മള് ഒരു കാട്ടിലേക്കാണ് പോണത്. കാരണം ഇതിന്റെ ശരിക്കും ഇത് അറിയാലോ, ഇതൊക്കെ ഉണ്ടാക്കണത് മരത്തിൽ നിന്നാണ്. കണ്ടോ, നമ്മൾ തുടങ്ങാണിത്. ഇതാണ് കംപ്ലീറ്റ് മേപ്പിൾ ട്രീ എന്ന് പറയുന്ന ഇവരുടെ ഒരു ഫാം. നമ്മുടെ നാട്ടില് റബ്ബർ തോട്ടം എന്നൊക്കെയും പറയില്ലേ, ആ റബ്ബർ തോട്ടം പോലെ സെറ്റപ്പിൽ നമ്മൾ പോണത്. ഇപ്പോ നമ്മുടെ നാട്ടില് റബ്ബർ ഉണ്ടാക്കണ പോലെയാണ് ഇവിടെ മേപ്പിള് നമ്മൾ ഉണ്ടാക്കണത്. അപ്പൊ നിസ്സാര കാര്യമുള്ളത്, ഇത് വെറും പണിയല്ല, കൈപ്പണിയാണ്, കൈപ്പണി കേട്ടാ. അതുകൊണ്ട് തന്നെ ഈ സാധനത്തിന് ഭയങ്കര ഹൈലി ഡിമാൻഡ് ആയിട്ടുള്ളൊരു സാധനമാണിത്. ഇതേ കണ്ടോ കംപ്ലീറ്റ്. Hey Jay, how many acres of this land we can expect? How many acres? Yeah. There's about just about 7 in this little bush, but we probably tap over 100 altogether. We have other woodlots. Okay, so in this area, how many trees we can know? There's about 800 in this small little bush. Okay, here. so 800 taps. So bigger trees will have more than one tap. Oh, okay. We tap a tree according to the diameter of the tree. Oh, of the okay. So the tree needs to be 10 inches or 25 centimeters in diameter before we would tap it. Okay. And then you can put one tap in. As they get bigger, you can put 2 to 3, and if they get really big. Okay, simultaneously, right? Wow. Yeah. So this one here is just one. It's probably almost big enough for 2 taps, but not quite. So we drilled a hole in the tree. You know, likely it's almost like that, right? So yeah, that would work. Like you know, in our country, we will call the rubber. Yes, I am familiar with that. Thing. Yes. So നമ്മുടെ നാട്ടില് റബ്ബർ ടാപ്പ് ചെയ്യുന്ന പോലെ തന്നെ കണ്ട ടാപ്പ് ചെയ്യുന്ന മെത്തേഡ് ഓൾമോസ്റ്റ് ഒരു 10 ഇഞ്ച് ഇതിന്റെ ഡയമീറ്റർ വന്നു കഴിഞ്ഞാല് ഇവര് സ്റ്റാർട്ട് ചെയ്യും. സിമ്പിൾ ആണ്, ഇത് എങ്ങനെ കെട്ടിപ്പിടിക്കാം. ഓക്കെ, ഇത്രയൊക്കെ കഴിഞ്ഞാൽ ഉറപ്പിച്ചോ സാധനം സെറ്റ് ആയിട്ടുണ്ടെന്നുള്ളത്. We drill a small hole in the tree every spring. Just go in about that far. This is a spile hooked up to a tube. And ours is actually collected under vacuum, so there is a vacuum pump. So it's actually sucked right from the tree. Now it's just turning a little bit cool right now, so the sap is pretty well quit running. But the sap runs only in the spring. Yeah, I know. So usually late February to around the 1st of April. Very strange spring we're having here this year, so it's earlier. It's just we've had warm weather, but only in the spring. And as soon as the buds start to break on the tree, the season is done. It imparts a flavor into the syrup. So, okay. Yeah. So the thing is, when I search in the Google, it's saying like whenever the weather have 2 conditions, like night with the minus, correct, and the day in the warmer. That means night സമയത്ത് രാത്രി കാലങ്ങളിൽ മൈനസിലേക്ക് പോകണം, പ്ലസ് വരുമ്പോൾ ഇത് ഡേ ടൈമിൽ പ്ലസ് വരണം. എങ്കിൽ മാത്രമേ ഈ സാപ്പ്, നമ്മുടെ നാട്ടിലെ ഈ റബ്ബറിന്റെ പാല് എന്ന് പറയില്ല, അതുപോലെ ഇതിന് വരുന്ന സാധനത്തിന്റെ പേരാണ് സാപ്പ്, SAP. ഈ സാപ്പാണ് ഇതിന്റെ മെയിൻ സാധനം. വൈ കാനഡ പ്രൊഡ്യൂസിങ് മോർ അറൌണ്ട് 90%
of the maple syrup on the world. That's the reason. Only the reason is the weather. And, Right? and the trees. Okay, Yes, yes. that is 100% So right. Yes. ഈ കാലാവസ്ഥയും ഈ മരവും ഇതാണ് നമ്മുടെ കാനഡയ്ക്ക് മാറ്റണത്. So sap from the tree looks just like water because that's mostly what it is. It's only 2 to 3% sugar. Yes. So it takes a lot of sap to make a little bit of syrup. Over the total season, each hole will run around 40 liters of sap over the month of the syrup season, but that will produce only 1 liter One liter, of syrup. right? It's 40 to 1. Yes. Okay. Yeah. So, but once you start to take the sap from the tree, how long we can make it? And how long the tree gonna be give the sap for us? So the season, Once it get the tannins. yeah. So the season only lasts 4 or 5, 6 weeks every spring, but you can do that every year to the tree as long as they remain healthy. And maples will grow to over 100 years old. 100 years yeah, more than us. Most right? of them are logged out God. before that, but they will grow a long time. So Yeah. ഒരു മരം 10 ഇഞ്ച് ആയി കഴിഞ്ഞാൽ പണി നമുക്ക് തന്നു തുടങ്ങി കഴിഞ്ഞാല് മക്കളെ 100 കൊല്ലം നമ്മൾ ചത്താലും നമ്മുടെ കുട്ടികളായിട്ട് ജനറേഷൻ വൈസ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. Right? We can run the business for generations, right? Yes, exactly right. This tree here could be 50 years old, believe it or not. So around, നിങ്ങൾക്ക് മനസ്സിലാണെന്ന് എനിക്കറിയാം, എന്നാലും പറയണം, ഒരു 50 വർഷം പഴക്കത്തിയ സാധനമാണിത്. അപ്പൊ ഇനി ഒരു 50 വർഷം, അതായത് നമ്മളൊക്കെ മരിച്ചു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ സാധനം ഇവിടെ ഉണ്ടാവും. In the spring, we collect the sap and then we have to process it to make it into syrup. House? This is an old shanty, but it's not. I haven't got it open today, so we can't have a look inside. You can see the old bucket. This is how it used to be gathered. So you would drill a hole in the tree, put a spile in, and it would just drip into the bucket. As you see, it's pretty well froze up right now. But that is sap in the bucket. No, it's pretty tasteless. It's mostly water. You might detect a tiny bit of sweetness. Very small. Yeah, very small. Oh, yeah. Into the tree, only 2 inches or 2 inches. whatever that is in ഒരു centimeters. 2 ഇഞ്ചിന്റെ ഗ്യാപ്പിലാണ് ഉള്ളിലേക്ക് തള്ളിയേക്കണതിനെ ഡ്രിൽ ചെയ്തിട്ട്. എന്നിട്ടും ഇത്രയും വെയിറ്റ് ഉള്ള സാധനം എന്താ പറയാ സമ്മതിക്കണട്ടാ. വേറെ വർത്താനൊന്നുമില്ല, സൂപ്പർ പരിപാടിയാ. We collect the sap, we have to process it, we have to boil it. That's what we do inside. Let's head that way. നമ്മളിത് തുടങ്ങാൻ പോവാണ്. ഇവിടെ നിന്നാണ് ആദ്യത്തെ നമ്മുടെ ഫാക്ടറിക്ക് അകത്ത് നമ്മൾ കയറണം കേട്ടാ. ഇതേ നമുക്ക് ഇതേ ഫാക്ടറിയുടെ വാതില് തുറന്നിരിക്കുകയാണ്. ഇപ്പോ നമുക്ക് പറഞ്ഞു തരാൻ പോവാണ് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. I say the sap is mostly water. We have to boil all that water off to make the maple syrup. So there's a line, and then it comes controlled by floats, and then comes down into the bottom pan. And you see the color of the sap in here now. It's got a little color from a little bit of heat. It's into these front pans, and you can see here now it's gotten a lot more color, and that's. നമ്മൾ നേരത്തെ പറഞ്ഞ അവിടെ നിന്ന് വരുന്ന സാധനം കളക്ട് ചെയ്തിട്ട് ഈ വാക്വത്തിന്റെ അവിടെ നിന്ന് വരുന്നതാണ് ഈ കാണുന്ന വാൾവിൽ വരുന്നത്. ഇതാണ് ശരിക്കും ഒരു മെഷീൻ. പക്കൊരു ഓയിൽ ഫ്രയർ പോലെ സാധനമാണ്. അതായത് പണ്ട് കാലത്ത് മരം കൂട്ടി കത്തിച്ചിട്ടൊക്കെയാണ് തിളപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ടെക്നോളജി മാറി. അപ്പൊ ഒറ്റ യൂണിറ്റ് ആക്കിയിരിക്കണതിനെ. അതായത് ഇതിനകത്തോട്ട് സാധനം പോണു. ഇവിടെ വരുമ്പോൾ ഓട്ടോമാറ്റിക് ഇവിടെ ഓൾറെഡി ഗ്ലാസ്സിൽ ഡിസ്പ്ലേ ഉണ്ട്. ഇത് കാണാൻ പറ്റുന്നു വിചാരിക്കുന്നു. കാണാൻ പറ്റുന്നോ? കുറച്ച് ക്ലോസ് ആയി പിടിക്കണോ? കണ്ടോ? ഗ്ലാസ്സിൽ ഡിസ്പ്ലേ ഉണ്ട്. ഇതിനകത്താണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഇതിന്റെ മാപ്പിൾ സാപ്പ്, സോറി നമ്മുടെ സിറപ്പല്ല, സാപ്പ്. ഓക്കെ, ഇതിനകത്തുനിന്ന് ഇതിന്റെ അടിയിലാണ് ഇതിന്റെ തിളപ്പിക്കൽ നടക്കുന്നത്. ആ ആവി കൂടെ ഈ സാധനം ഇങ്ങനെ കടന്നു പോയി കഴിഞ്ഞാൽ ഇത്രയും പാസ് ചെയ്ത് കഴിയുമ്പോൾ ഓൾറെഡി ഫസ്റ്റ് ഇത് ഇവിടെ വന്നിട്ട് ഇതിന്ന് ഈ യു പോലെ സാധനം കണ്ടില്ലേ, ഇതിനകത്ത് കൂടെ വീണ്ടും പോയി വരുമ്പോൾ ഇവിടെ വന്നാൽ കാണാൻ പറ്റും നമുക്ക്. ഇതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇതാണ്, മാപ്പിൾ സിറപ്പിന്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ്. അവിടുന്ന് വീണ്ടും ചൂടായിട്ട് വീണ്ടും അടുത്തൊരു ഇതിലേക്ക് വരുന്ന, വീണ്ടും അടുത്തൊരു ടാങ്കിലേക്ക് പോകും, വീണ്ടും അവിടെ നിന്ന് റിഫൈൻ ചെയ്യും. അവിടെയാണ് ദിസ് ഈസ് ഓൾമോസ്റ്റ് ഫൈനൽ, റൈറ്റ്? Yeah, it's very close sir. Yeah, so ഇത് ഓൾമോസ്റ്റ് ഒരു ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഇതാണ്. അപ്പൊ അവിടെ നിന്ന് വെറും പച്ചവെള്ളമായിരുന്ന സാധനത്തിനെ ഇത്രയും വന്നു. ഓൾമോസ്റ്റ് 40 liters ഓഫ് സാപ്പിൽ നിന്ന് ഒരു 1 liter ആണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അത്രയും ഹൈലി കോൺസെൻട്രേറ്റഡ് ആണ് ഇതിന്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. വളരെ ഹാർഡായിട്ടുള്ള പ്രോസസ്സാണ്. കാണുമ്പോൾ വളരെ ഈസിയാണ്, വെള്ളം തിളയ്ക്കുന്നത് നമ്മൾ വിചാരിക്കും, പക്ഷെ ഇറ്റ്സ് റിയലി hard. So the finished syrup will come off right here by temperature.
We accumulate a little bit in here. We run it through a filter press because it's a little bit cloudy after the boiling process. Okay. And that takes out the cloudiness, so it's nice and crystal clear. Now it's in pieces right now. We're waiting for us to clean it, put it back together. Okay. So we have to filter it, and then it's ready to can or barrel or whatever we want to do. ഇതിനകത്ത് ഒരു ചേംബർ പോലെയാണ്, ജസ്റ്റ് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ പണ്ട് കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്, വാട്ടർ പ്യൂരിഫിക്കേഷൻ്റെ ഒരു ഭാഗമാണ് സെഡിമെന്റേഷൻ എന്ന് പറയുന്ന പരിപാടി. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന വെള്ളം എന്ന് പറയുമല്ലോ, അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഫ്ലോ ചെയ്ത് അങ്ങനെ പോകണം. അപ്പോൾ ഇത് കത്തിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന കാർബൺ, കാൽഷ്യം അങ്ങനത്തെ സാധനങ്ങളിലേക്കും കുറച്ച് അടിയണു. അങ്ങനെ ഇതിങ്ങനെ വന്നിട്ടാണ് ഇവിടെ എത്തുന്നത്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഫൈനൽ പ്രോഡക്റ്റ് നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ ഈ ഒരു ചേംബറിനകത്ത് നമുക്കിവിടെ കാണാം. ഇവിടെ നിന്ന് ഈ സാധനം വീണ്ടും കഴിഞ്ഞിട്ടില്ല, ഒറ്റ ഫൈനൽ പ്രൊഡക്റ്റ് ആക്കുന്നത് വീണ്ടും കൊണ്ടുപോയിട്ട് ഫിൽറ്ററിങ് ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാല് നേരെ ഇത് ഫിൽറ്റേഴ്സ് ആണ്. അപ്പൊ ഞാൻ പുള്ളിയോട് പ്രത്യേകം ചോദിച്ചു ഇതിനകത്ത് എന്തെങ്കിലും ആഡിങ്ങോ കളറോ അങ്ങനത്തെ കാര്യങ്ങളുണ്ടോ എന്ന് വെച്ചപ്പോ ഒരൊറ്റ പരിപാടിയില്ല. നമുക്ക് ശരിക്കും കാണാൻ പറ്റും. അവിടെ നിന്ന് നേരെ വരുന്നു, ഫിൽറ്റർ ചെയ്യുന്നു. So there are papers like this that go in there. That's what it's filtered through, those papers. So like a thick that filter paper. Yeah. Okay, so it's like filtered a thick this one, coffee right? filter paper. Oh my God. Yeah. It's like the oil filter we are using in the engine. Yeah. Same thing, right? Yeah. So that's what goes in there. Have a small relation in between the trucking, right? So അത് നമ്മുടെ പക്ക ഫിൽറ്റർ പേപ്പറിന്റെ ഫിൽറ്റർ വെച്ചിട്ടാണ് ഇത് കണ്ടോ. ഈ ഒരു ഫിൽറ്റർ ആണ് ഇവിടെ വെക്കുന്നത്. എന്നിട്ട് വീണ്ടും ഫിൽറ്റർ ചെയ്തിട്ടാണ് ഫൈനൽ പ്രൊഡക്റ്റ്, അതായത് ബോട്ടിലിംഗിലേക്കും കാര്യങ്ങളിലേക്കും പോണത്. അപ്പൊ ഇത്രയും പ്രോസസ്സിങ്ങും ഇത്രയും ഒരു സാധനം എക്സ്ട്രാ ആഡ് ചെയ്യാതെ പക്ക നാച്ചുറൽ ആയിട്ടുള്ള സാധനം ആയതുകൊണ്ടാണ് ഇതിന് ഇത്രയും വില. നമ്മുടെ ബെല്ല ഉരുക്കണ പോലെ, അതായത് ഇവനെ മാക്സിമം ബോയിലിംഗ് പോയിന്റ് കൂട്ടി, അതായത് ഇത് 4 ആണെന്ന് വെച്ചെങ്കിൽ മറ്റേ 20 പറയുന്നത്. അപ്പൊ അത്രയും മോർ എന്താ പറയുക 3 times ഹയർ ആണ് അതിന്റെ ബോയിലിംഗ് പോയിന്റ്. അപ്പൊ അങ്ങനെ ചെയ്തിട്ടാണ് ഇതിന്റെ പഞ്ചസാര ഉണ്ടാക്കുന്നത്. മേ ബി couple of months in a year. Yes, right? not even that. It's usually around 4 to 6 weeks. My God, very 4 to 6 short weeks. season. That is only 2 months, man. Yeah, it's crazy. It's crazy. 2 മാസം കൊണ്ട് ഇത്രയും പ്രൊഡക്ഷൻ ഉണ്ടാവും. So are you guys working for 24 hours or just for... It just depends what the weather does. We have pretty good equipment here, so we don't usually go 24 hours, but we will put in some long days if the weather gives us a lot of sap. Oh my God. But so it depends upon how much sap we are collecting, right? Correct. We like to boil it fairly quickly if we can. Yeah, so it's completely depends upon the weather. Exactly. Grace of God, right? Yes. നമ്മൾ ചില കാര്യം പോലെ ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറയില്ലേ, സെയിം കാര്യം. അതായത് വെതർ ഓക്കെ ആണെങ്കിൽ ഇവിടെ സാധനം കിട്ടും, ഉണ്ടാക്കും. ഇല്ലാന്ന് വെച്ചാൽ വളരെ കുറവ് കിട്ടിയെന്ന് വെച്ചാൽ വെറും 60 ദിവസം 60 days മാക്സിമം പ്രൊഡക്ഷൻ ഉപയോഗിക്കുന്നത്. അതില്ലാന്ന് വെച്ചാൽ പിന്നെ ഫാക്ടറി അടച്ചു കൂട്ടും. I'm living in Highbury and Kilali. Okay, yes. So maybe 30 minutes drive to here. So I'm also blessed with these people. കാര്യം എന്താ വെച്ചെങ്കിൽ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള സാധനം എന്നാൽ ലണ്ടനിൽ മാത്രം കിട്ടുന്ന സിറപ്പ്. അപ്പോൾ ഇതിന് അതിൻ്റെതായ ക്വാളിറ്റി എല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനത്തെ സാധനം കിട്ടാൻ ഒരു അവസരം കിട്ടി. So thanks a lot for your time. You're welcome. At least you show me the things. I do. You told all the stuff, you know. Yeah. So thanks a lot. All right. Nice to have you. Okay. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് തള്ളല്ല ഒറിജിനൽ മിഠായി പോലും ഉണ്ടാക്കേണ്ടത് പറഞ്ഞില്ലേ, ഇത് ക്യാൻഡി അല്ല, ഇത് അതായത് പക്ക ഷുഗറാണ്, മാപ്പിൾ ഷുഗർ ആണ്. അപ്പോൾ ഇത് നമുക്ക് ടീയിൽ കോഫിയിൽ ഉപയോഗിക്കാം. പക്ഷെ ആൾക്കാർ മെയിനായിട്ട് നമ്മൾ മിഠായി തിന്നാൻ പോലെ തിന്നാൻ വേണ്ടിയിട്ട് മേടിക്കുന്ന സാധനമാണ്. ഞാൻ തന്നെ മേടിക്കുന്നുണ്ട്. ഞാൻ കഴിച്ചിട്ട് ബാക്കി വർത്താനം പിന്നെ പറയാം. ഓക്കെ, നമ്മൾ ഈ 2 സാധനങ്ങൾ മേടിച്ചു, ബാക്കി കഥകൾ നമുക്ക് പിന്നെ കാണാം. ഇങ്ങനത്തെ ബിസിനസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചെങ്കിൽ അപ്പം തുടങ്ങും മക്കൾ കൊണ്ടുകൊടുക്കുന്നു പറയില്ലേ എന്ന് പറഞ്ഞ മാതിരി പുള്ളിയുടെ കാരണന്മാരായിട്ട് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് സെറ്റാക്കി പുള്ളിയുടെ അനിയൻ കൂടി തുടങ്ങി. ഇപ്പൊ പുള്ളിയുടെ മോൻ അവിടെ അകത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും തമാശ എന്താണെന്ന് വെച്ചാൽ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് കിട്ടാ, അതായത് 72 തുടങ്ങിയ സംഭവമാണിത്. ഇത് കാണാനാണ് ഇപ്പൊ നമുക്ക് നേരത്തെ നമ്മൾ സംസാരിച്ച ജയ് എന്ന് പറയുന്ന നമ്മുടെ മുതല്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇവര് ഫാമിലി ആയിട്ടുള്ള ഇതിന്റെ ഡെവലപ്മെന്റ് സ്റ്റേജുകൾ കാര്യങ്ങൾ എല്ലാം ഇവിടെ അവര് ഫോട്ടോ എല്ലാം വെച്ചിട്ടുണ്ട്. ഇതിനെ സ്പൈൽസ് എന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമ്മുടെ നാട്ടിലെ ടാപ്പിങ്ങിന്റെ മറ്റൊരു രീതി. അപ്പോൾ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന മരത്തിന്റെ സ്പൈൽസ് ആയിരുന്നു. പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ കാലഘട്ടങ്ങൾ മാറി പോകണ്ട, നല്ല ഇരുമ്പിന്റെ സാധനമായി. അതിങ്ങനെ വന്ന് പിന്നാലെ നേരെ വന്ന് താഴത്തേക്ക് ഇറങ്ങി തോറും നല്ല മരത്തിന്റെ സ്പൈൽസ് ആയി. കാരണം വെച്ചാൽ ഇത് അത്രയും ചീപ്പ് ആവണോ എന്നുള്ളത്, പിന്നെ അവർ വർക്ക് ചെയ്യാനും വളരെ ഈസി ചെയ്തുകൊണ്ട്. അപ്പോൾ
ഒരു വലിയൊരു ജനറേഷൻ്റെ ഒരു 72 തൊട്ടുള്ള വലിയൊരു മാറ്റം. എങ്ങനെയൊക്കെ മാറിയാൽ അവസാനം ഇതിനകത്ത് നമ്മുടെ സാപ്പ് വന്ന് വീഴും. അതാണ് ഏറ്റവും വലിയ കളി. ഇനി ശരിക്കും പറഞ്ഞാൽ കണ്ട, ഇതിനകത്ത് പണ്ട് കാലത്ത് ഇതെങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഇതാണ്. അതായത് പക്ക ഔട്ട്ഡോറിൽ ഇട്ടിട്ട് അടുപ്പ് കൂട്ടിയിട്ട് കത്തിച്ചിട്ടാണ് ഈ സാധനം കണ്ട അരിപ്പ വെച്ചിട്ട് അരിച്ചിട്ടും പിടിച്ചിട്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് തോന്നും. ഒരു സെക്ഷൻ ഇവര് കടന്നു പോയിട്ടുള്ള ഇവരുടെ ഓരോ കാര്യങ്ങൾ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റിയലി പക്ക റിയൽ ഫാമേഴ്സ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇവർ തന്നെയാണ്. നമുക്ക് തീർച്ചയായിട്ടും ഇവിടുന്ന് മേടിച്ച നമ്മുടെ ഇതൊന്ന് പൊട്ടിച്ച് നോക്കണല്ലോ. മറ്റേ ഷുഗറിന്റെ മേടിച്ചത് ഇവിടെ വെച്ച് നമ്മൾ പൊട്ടിച്ച് കഴിച്ചു നോക്കാട്ടാ. ഇതേ നമ്മുടെ നാട്ടിലത്തെ ബെല്ലുണ്ടല്ലോ, താനി കൽക്കണ്ടം ബെല്ലെന്ന് പറഞ്ഞ നല്ല മധുരം പൊളി സാധനമായിട്ടോ. ഈ പറഞ്ഞ ഇത് പഞ്ചസാര മധുരമല്ല, കൽക്കണ്ടം ബെല്ലത്തിന്റെ ചെറിയൊരു മണവും എന്നാൽ കൽക്കത്തിന്റെ ടേസ്റ്റും. ആ ഒരു സാധനം എന്തായാലും really tasteful, once again all the best. Thank you pleasure having you. ഏകദേശം ഒരു 2 ഇഞ്ചാണ് ഇതിന് ഇവര് ഡീപ്പായിട്ട് ഉള്ളിലേക്ക് പോവാ. കണ്ടോ, ഇതേ ഇങ്ങനെ വെച്ചിട്ട് ഇവരിങ്ങനെ ഒരു മരത്തുമെന്ന് അടുത്ത മരത്തും ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഈ സാധനം ഒരു വെക്കും. എന്നിട്ട് വളരെ നൈസായിട്ട് അകത്ത് ഇവർക്ക് വലിയൊരു വാക്വം പമ്പുണ്ട്. ഈ ഒരു പമ്പ് വെച്ചിട്ട് ഇങ്ങനെ അവര് വാക്വം വെച്ചിട്ടാണ് ഈ സാധനം വലിക്കുന്നത്. കണ്ട, ഇതൊരുമാതിരി ഇങ്ങനെ 8 കാലി വില കെട്ടിയ മാതിരി ഈ നീല കളറിൽ ഇങ്ങനെ കാണുന്നത് കംപ്ലീറ്റ് ഈ മരങ്ങളുടെ ഫുള്ള് ഇന്റർലിങ്ക്ഡ് കണക്ഷൻ കൊടുത്തിട്ടേക്കാണ് ഇവര്. കണ്ട, ഇതൊക്കെ വെച്ച് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് അവരവസാനം ഈ ചെറിയ നമ്മുടെ ഇന്നസെന്റ് ഏട്ടൻ പറഞ്ഞ മാതിരി ചെറിയ ട്യൂബുകൾ വലിയ പൈപ്പിലേക്ക് പോകും. കണ്ട, ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഈ സാധനം നേരെ ഒറ്റ പോക്കാ കണ്ണത്താ ദൂരത്തേക്ക് അങ്ങനെ പോയിട്ട് അവസാനം ഒരു വാക്വം വെച്ചിട്ട് വലിക്കൂര്. അങ്ങനെയാണ് ഈ സാധനം സാപ്പ് ഇവര് കളക്ട് ചെയ്യണത്. ശരിക്കും 1536 1542 കാലഘട്ടങ്ങളിലാണ് കൊമേഴ്ഷ്യലായിട്ട് നമ്മുടെ മേപ്പിൾ സിറപ്പ് കാനഡയിൽ ഉണ്ടാക്കി തുടങ്ങിയത്. 1706 ഈ മേപ്പിൾ ലീഫിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മേപ്പിൾ ലീഫിനെ നമ്മുടെ കാനഡയുടെ അഡീഷണൽ നാഷണൽ സിമ്പിളായിട്ട് ശരിക്കും ഉയർത്തപ്പെട്ടു എന്ന് പറയാൻ വേണമെങ്കിൽ. 1996 അതായത് ഒരുപാട് ഇത് മേപ്പിൾ ട്രീസ് ഉണ്ട്. 3 തരം മേപ്പിൾ ട്രീസിൽ മാത്രമേ നമുക്ക് മേപ്പിൾ സിറപ്പ് ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ അതിനകത്ത് ഷുഗർ മേപ്പിൾ ട്രീ എന്ന് പറയുന്ന സാധനത്തിനെ ഔദ്യോഗിക നാഷണൽ ട്രീ ആയിട്ട് കാനഡയുടെ നാഷണൽ ട്രീ ആയിട്ട് തന്നെ നമ്മൾ ശരിക്കും സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഗവൺമെന്റ് ഇതിനെ പൊക്കി എന്നുള്ളതാണ്. ബ്ലഡ് ഷുഗറുള്ള ആൾക്കാർക്ക്, നമ്മുടെ പഞ്ചസാര ഉള്ള ആൾക്കാർക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഷുഗറാണിത്. ശരിക്കും ഇത് സിറപ്പ് മാത്രമല്ല, ഇതിനകത്ത് പഞ്ചസാര ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ സാധാരണ കിട്ടുന്ന പഞ്ചസാരക്ക് ഒരു 2 കിലോയ്ക്ക് $4 വില എന്ന് വെച്ചെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആമസോണിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാവും. 100 ഗ്രാമിന് $19 വില. 100 ഗ്രാമിന്, അതായത് 1 കിലോയ്ക്ക് 190 വില. ഞാൻ അത് പറഞ്ഞപ്പോ എന്റെ ക്യാമറ പിടിക്കുന്ന എന്റെ കൂട്ടുകാരൻ ഏറ്റവും അവസാനം കാണിക്കാവനെ അവൻ വിചാരിച്ച് ഞാൻ തള്ളണതാണ്. അപ്പൊ തമാശ അതുകൊണ്ട് അവന്റെ കളിയാക്ക. എന്റെ പൊന്നു മോനെ, തമാശയല്ല, സത്യമായിട്ടുള്ള കാര്യമാണ്. 1875 ഞങ്ങളുടെ ഇവിടെ ആദ്യമായിട്ട് കരിമ്പിന്റെ പഞ്ചസാര വരണേ. അതിനുശേഷമാണ് ശരിക്കും ഈ മാപ്പിൾ സിറപ്പിന്റെ ഷുഗറിനെ ഇവര് വിട്ടുകളഞ്ഞ്. അതിനു മുമ്പ് ഈ സാധനം അടിപൊളിയായിട്ട് ഇവരത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത്രയും ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. ഏറ്റവും വിറ്റെന്താ വെച്ചെങ്കിൽ നമുക്കൊരു 40 ലിറ്റർ ഈ സാപ്പ് എന്ന് പറഞ്ഞ സാധനം കണ്ടില്ല നേരത്തെ ഞാൻ തൊട്ട് 4 വെച്ചത്. അതിൽ നിന്ന് 1 ലിറ്റർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഈ സാധനം. അതായത് ഇതിനെ ചൂടാക്കി തിളപ്പിച്ചിട്ട് ഈ സാപ്പിൽ വരുന്നത് 98% വെള്ളവും വെറും 2% പഞ്ചസാരയുള്ളൂ. ലോകത്തിൽ ഇന്ന് നടക്കുന്ന മാപ്പിൾ സിറപ്പിന്റെ പ്രൊഡക്ഷനിൽ 90% വരുന്നത് എവിടെ നിന്ന് അറിയാം? നമ്മുടെ കാനഡയിൽ നിന്നാ. ബാക്കിയുള്ള 10 മാത്രമേ പുറത്തുനിന്ന് വരുന്നുള്ളൂ. അപ്പോൾ ഈ കാനഡയിൽ നിന്ന് വരുന്നതിന്റെ ഒരു 80 or 90% അടുപ്പിച്ച് വരുന്നത് ക്യൂബക്കിൽ നിന്നാണ്, ക്യൂബക്ക് പ്രൊവിൻസിൽ നിന്ന് വരുന്നത്. ബാക്കിയുള്ള വെറും 10% മാത്രമേ, അല്ലെങ്കിൽ 20% മാത്രമേ എവിടെ നിന്ന് ഒണ്ടാരിയോ നിൽക്കും, അല്ലെങ്കിൽ ബാക്കിയുള്ള നോസ്കോഷ്യ, ഹാലിഫാക്സ് അവിടെ നിൽക്കും വരണുള്ളൂ. ഭയങ്കര തണുപ്പായതുകൊണ്ട് ബാക്കി കഥകളൊക്കെ പിന്നെ പറയാം. ഇത്ര നേരം നമ്മുടെ ഈ വീഡിയോ എടുത്തിട്ട് ഈ മൈനസിൽ നിന്നിട്ട് മെനക്കെട്ട് തണുപ്പത്ത് നിന്നിട്ട് എന്നെ സഹായിച്ച വീണ് സ്നോ നമ്മുടെ പാർട്ട്ണറാണ് തിരുവല്ലക്കാരൻ മിസ്റ്റർ ഫെബി. ഒരു ഹായ് പറയടാ, കൈ അതാണ്. ആ സംഭവം എന്താണെന്ന് വെച്ചെങ്കിൽ ഇവൻ വെറും ഒരു നമ്മുടെ ബഡി മാത്രമല്ല,
ഞങ്ങളുടെ തരംഗ് പ്രോ ഓഡിയോ ആൻഡ് ലൈറ്റിംഗ് വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ സ്ഥാപനം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ എൻ്റെ ഒരു പാർട്ട്ണറും കൂടിയാണ് പുള്ളി. ഞങ്ങൾ ഒരുമിച്ചാണ് പരിപാടി നടത്തുന്നത്. ഇപ്പം അത്യാവശ്യം ഒണ്ടായിരിക്കും ലണ്ടനിലേക്ക് അത്യാവശ്യം 2-3 സീസണൊക്കെ ആയിട്ട് നമ്മൾ മൊത്തം അല്ല DJ നൈറ്റ് കാലിട്ട് അടിച്ച് പൊളിക്കണ്. അപ്പോൾ ഫെബി എല്ലാവിധ നന്മകളും സന്തോഷവും ഈ തണുപ്പത്ത് ഇത്രയും സഹിച്ച് നീ നിന്നതിന്. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മാക്സിമം ഇങ്ങനത്തെ ന്യൂസുകളും കാര്യങ്ങളും കിട്ടാനായിട്ടും ഇങ്ങനത്തെ വിശേഷങ്ങൾ അറിയാനായിട്ടും നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ശരി, ബൈ.